ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു സ്വദേശ് മെഗാ ക്വിസിൻ്റെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസ് ജൂലൈ 30 അല്ലെങ്കിൽ 31 തീയതികളിൽ നിങ്ങളുടെ സ്കൂളുകളിൽ നടക്കുന്നതാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്വദേശ് മെഗാ ക്വിസിൻ്റെ ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിനു മുമ്പത്തെ 2 വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ 2 വീഡിയോസ് ഈ വീഡിയോ കണ്ടു തീർത്ത് ഉടൻ തന്നെ പോയി കാണുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വദേശ് മെഗാ ക്വിസ് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എല്ലാ സെക്ഷൻസിലെയും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം. അപ്പോൾ അതിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ സെക്ഷൻസിലെ വിദ്യാർത്ഥികൾക്കും കാണാൻ പറ്റിയ വീഡിയോ ആണിത്. ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്നാൽ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് നൽകുന്ന ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം ഏതാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം 1805 ആണ്. അപ്പോൾ ശരി ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. സായ് കൃഷ്ണ, ലക്ഷ്മി റോഷിത്, സ്നേഹ M. ദാസ്, ദുർഗ ജിഷ്ണു, അശ്വിക, ആദിത്യൻ A, ആൽവിയ, ഫാത്തിമത്തുൽ ഹംദ K, ശ്രീനന്ദൻ SA, ആഷിയാൻ, ഫാത്തിമ ഷെഹ്സ KV, റിയ P, ദേവ്നാഥ്, റിംഷ എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. 1805 നവംബർ 30 കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ടത് എന്നുകൂടി ഓർത്തു വയ്ക്കുക. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ ടൈമർ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് ഉത്തരം അറിയാമെങ്കിൽ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത്? ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 2ാം വട്ടമേശ സമ്മേളനം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് ആരുടെ വാക്കുകൾ? വളരെ പ്രശസ്തമായ വാക്കുകളാണിവ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ബാലഗംഗാധര തിലക് ആണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലഗംഗാധര തിലക്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഒന്നുകൂടി പറയാം. പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെ പറ്റിയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്. അതായത് പൊളിയുന്ന ബാങ്കിൽ നിന്നും മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1857 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 1857 വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം കാനിംഗ് പ്രഭു. അതായത് 1857 വിപ്ലവങ്ങൾ നടക്കുമ്പോൾ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കാനിംഗ് പ്രഭു അഥവാ ലോർഡ് കാനിംഗ്. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതിയുടെ പേരെന്താണ്? ഉത്തരം ടൗൺ ഹാൾ. അതായത് ബ്രിട്ടീഷ് രാജ്ഞിയുടെ ഭരണത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ രാജ്ഞിയുടെ പേരിൽ നിർമ്മിച്ച നിർമ്മിതിയാണ് ടൗൺ ഹാൾ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ടൗൺ ഹാൾ. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്?
സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒന്നാമത്തെ വീഡിയോയിലെ ചോദ്യമായിരുന്നു എപ്പോഴാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത്. അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞത് 1857 അതായത് ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര്? ഇതാണ് ഈ ചോദ്യം. അങ്ങനെ വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. അതുകൊണ്ടാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നു എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചയാളാണ് VD സവർക്കർ. വീഡിയോയിലെ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയുമാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഒന്നാമത്തേത്, അത് നടന്നത് 1857 ആ ഒരു 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. അതിൻ്റെ ചിഹ്നം താമരയും ചപ്പാത്തിയുമായിരുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1800കളുടെ അവസാനം കോഴിക്കോട് ആരംഭിച്ച സ്ഥാപനമായ കേരള വിദ്യാശാല ഇന്നറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. ആ പേരെന്താണ്? സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. 8ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ്. 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദീറാം ബോസ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഖുദീറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്. 1857 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം ജോൺ ലോറൻസ്. അതായത് 1857 നടന്ന വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൻസ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്, ഓർത്തു വയ്ക്കുക. 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യം തെരഞ്ഞെടുത്തത്? അതിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിനോബ ഭാവെ. അതായത് 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. അപ്പോൾ അതിനായി ആദ്യമായി ഗാന്ധിജി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് വിനോബ ഭാവെ. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരേ ഒരു മലയാളി. ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ഇപ്പോഴത്തെ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത്. ഉത്തരം 1911 കൊൽക്കത്ത സമ്മേളനം. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ചോദ്യം ഇതാണ്. ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? മദൻ മോഹൻ മാളവ്യ എന്ന വ്യക്തിയാണ് ലീഡർ എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം മദൻ മോഹൻ മാളവ്യ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെയും PDF നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളുമെല്ലാം നിങ്ങൾക്ക് പഠിക്കുമ്പോൾ റിവൈസ് ചെയ്യാൻ വേണ്ടി PDF രൂപത്തിൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? നമ്മുടെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1923 ലാഹോർ സമ്മേളനം. രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1911 സമ്മേളനം. അതുപോലെ തന്നെ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ഇത് രണ്ടും ഓർത്തുവെക്കുക. അപ്പോൾ വീഡിയോയിൽ പറയാനുണ്ടായിരുന്ന 15 ചോദ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ബംഗാൾ വിഭജനത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച പ്രസ്ഥാനത്തിൻ്റെ പേരെന്ത്? അതാണ് ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം നൽകുക. അപ്പോൾ സ്വദേശ് മെഗാ ക്വിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 3ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഓൾറെഡി നമ്മൾ 45 ചോദ്യങ്ങൾ ഇതിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങളുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടാതെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.